ഹലോ ഗായ്സ്, അപ്പോൾ എനിക്ക് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്നൊരു മസാല ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: ഉരുളക്കിഴങ്ങ് വേണം, ക്യാരറ്റ് വേണം, തക്കാളി വേണം, അതുപോലെ ചെറിയുള്ളി വേണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളിയും ക്യാരറ്റും ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് ഇച്ചിരി കടുക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടി വരണം. ഈ മസാല ദോശ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതും കടയിൽ നിന്ന് വാങ്ങുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ടേസ്റ്റിലായാലും ഫ്ലേവറിങ്ങിലായാലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാ കുറച്ചുകൂടെ ഇഷ്ടം എന്നൊന്ന് പറയുക. അപ്പം നമ്മളത് കടുകൊക്കെ പൊട്ടി തീർന്നപ്പം ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അതുപോലെ ഈ തക്കാളിയൊക്കെ ചിലവർക്ക് തക്കാളീൻ്റെ ടേസ്റ്റൊന്നും അത്ര ഇഷ്ടമായിരിക്കത്തില്ല. അങ്ങനെയുള്ളവർ തക്കാളി എടുക്കണ്ട. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം കേട്ടോ. ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കതിനകത്തോട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിനകത്തോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. കാരണം ക്യാരറ്റ് വേവാൻ കുറച്ച് സമയം വേണം. അതുകൊണ്ട് അതിനകത്തോട്ട് അടുത്തായിട്ട് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് കൊടുക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ക്യാരറ്റൊക്കെ കുറച്ചൊന്ന് വേവണം. അപ്പം ഉരുളക്കിഴങ്ങ് നമ്മളിവിടെ മിക്സിനകത്ത് അരച്ചെടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് കുറച്ച് പൊടി ഉള്ളതുപോലെ ആക്കിയെടുക്കാം. നമ്മൾ ഇതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ചൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഒരു സ്പെഷ്യൽ മസാല ചേർക്കുന്നുണ്ട്. അല്ലാതെ മുളക് പൊടി ഒന്നും ചേർക്കുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ മിക്സിയിൽ അരയ്ക്കുവാണ് ചെയ്യുന്നതെന്ന്. നല്ല ഇങ്ങനെ മിക്സിയിൽ അരയ്ക്കുമ്പം അതും വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. എന്തായാലും രണ്ട് രീതിയിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിനകത്തോട്ട് നമുക്കൊരിച്ചിരി ഗരം മസാല ഇടാം കേട്ടോ. അപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. വേണേൽ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിപ്പം ചേർക്കുന്നില്ല കുരുമുളക്. അതിനുശേഷം നമ്മൾ ദോശ ചുടുന്നുണ്ട്. ദോശനകത്തോട്ട് നമ്മൾ ഇച്ചിരി നെയ്യ് ആക്കി കൊടുക്കുന്നുണ്ട്. നെയ്യ് വേണമെങ്കിൽ ചേർത്താൽ മതി, അതും ഓപ്ഷനിലാണ്. അതിനകത്തോട്ട് നമ്മുടെ മസാല വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഇതേ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.